ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ കുറ്റാരോപിതൻ മാത്രമാണെന്ന CPM നിലപാട് അങ്ങേയറ്റം പരിഹാസ്യവും നാണക്കേടുണ്ടാക്കുന്നതുമെന്ന് ഹിന്ദു ഐക്യവേദി. വിശ്വാസികൾ CPMനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞുവെന്നും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും സംസ്ഥാന അധ്യക്ഷൻ RV ബാബു പറഞ്ഞു. സ്വർണ്ണ കവർച്ചയിൽ പങ്കുള്ള രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് അന്വേഷണം കടന്നു ചെല്ലാൻ SITക്ക് ആർജവമുണ്ടാകണമെന്നും ഹിന്ദു ഐക്യവേദി വ്യക്തമാക്കി. മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറിന്റെ അറസ്റ്റ് നിർണായകമാണെന്നും SITയുടേത് ധീരമായ നടപടിയാണെന്നും ഹിന്ദു ഐക്യവേദി വിലയിരുത്തുന്നു. അറസ്റ്റിലൂടെ CPM പ്രതിരോധത്തിലായിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിലെ സമുന്നത നേതാവിന്റെ അറസ്റ്റിൽ CPM പൊതുസമൂഹത്തോട് മറുപടി പറയണം. പത്മകുമാർ കുറ്റാരോപിതൻ മാത്രമാണെന്ന CPM നിലപാട് അങ്ങേയറ്റം പരിഹാസ്യവും നാണക്കേടുണ്ടാക്കുന്നതുമാണെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു പറഞ്ഞു. പത്മകുമാറിനെ തള്ളിപ്പറയാതെ പാർട്ടി സംരക്ഷിക്കുകയാണ്. ഇപ്പോൾ സ്വന്തം പാർട്ടിയിലെ ഒരു സമുന്നതനായ നേതാവ് സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ അറസ്റ്റ് ചെയ്ത് വാസുവിൻ്റെ പിന്നാലെ ജയിലിലേക്ക് പോകുമ്പോൾ അത് ഇനി മുഴുവൻ കേസ് വരട്ടെ, കോടതിയുടെ വിധി വരട്ടെ എന്ന് പറയുന്നത് മുഖം രക്ഷിക്കാനുള്ളൊരു പരിപാടിയാണ്. ജനങ്ങളെ കബളിപ്പിക്കുന്നൊരു അങ്ങേയറ്റം പരിഹാസ്യമാണ്, നാണക്കേടുണ്ടാക്കുന്നതാണ്. അതിൽ യാതൊരു സംശയമില്ല. ഈ ഒരു വിഷയത്തിൽ CPM നേതൃത്വം അങ്ങേയറ്റം പൊതുസമൂഹത്തോട് മറുപടി പറയേണ്ട ഒരു സാഹചര്യം എത്തിയിരിക്കുന്നു. ഏതായാലും വിശ്വാസികൾ CPMനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. CPMന് കടുത്ത തിരിച്ചടി ഈ കാര്യത്തിൽ ഉണ്ടാകും വിശ്വാസികളുടെ ഭാഗത്തു നിന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പത്മകുമാറിന്റെ അറസ്റ്റോടെ ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല രാഷ്ട്രീയ നേതൃത്വത്തിനും പങ്കുണ്ടെന്ന് തെളിഞ്ഞു. അവരിലേക്ക് അന്വേഷണം കടന്നു ചെല്ലാൻ SITക്ക് ആർജവമുണ്ടാകണമെന്നും RV ബാബു കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് ഈ അന്വേഷണം പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയുണ്ട്. ഇപ്പോൾ പത്മകുമാറിനെ സംരക്ഷിച്ച് നിർത്തിയതും പത്മകുമാറിന് ഇതിൻ്റെ വേണ്ട ഒത്താശ ചെയ്തു കൊടുത്തുമൊക്കെ രാഷ്ട്രീയ നേതൃത്വം, ആ രാഷ്ട്രീയ നേതൃത്വത്തിൽ ആരൊക്കെ പെടും? അന്നത്തെ ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഉത്തരം പറയണ്ടേ? ഇത്തരം കാര്യങ്ങളിലേക്ക് ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. SIT അതിന് തയ്യാറാകുമോ? അതിനുള്ള ആർജവവും കൂടി SITക്ക് വരുമ്പോഴാണ് ഹൈക്കോടതി വിശ്വാസപൂർവ്വം ഏൽപ്പിച്ച ഉദ്യോഗസ്ഥന്മാർ അവരെ ആ നിലയ്ക്ക് മുന്നേറുന്നു എന്ന് നമുക്ക് പറയാൻ നിവൃത്തിയുള്ളൂ. ഈ കൊള്ള മുതൽ പങ്കുവയ്ക്കുന്ന കാര്യത്തിൽ, ഈ കൊള്ള മറച്ചു വയ്ക്കുന്ന കാര്യത്തിൽ, ഈ കൊള്ളക്കാരെ അവിടെ നിയോഗിക്കുന്ന കാര്യത്തിൽ ഒക്കെ CPM നേതൃത്വത്തിനാണ് ഉത്തരവാദിത്വം എന്നുള്ളത് ഇതിനകം തന്നെ വ്യക്തമായിരിക്കുന്നു. ഇതിൽ നിന്നും CPM നേതൃത്വത്തിന് കൈകഴുകി രക്ഷപ്പെടാനാവില്ല. അയ്യപ്പനിലാണ് പൂർണ്ണ വിശ്വാസമെന്നും കുറ്റം ചെയ്തവരെയെല്ലാം അയ്യപ്പൻ അഴിക്കുള്ളിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജനം, കൊച്ചി.